നമ്മുടെ ഈ ബ്രില്യൻസ് വിത്ത് മെറിറ്റ്സ് കൂട്ടായ്മയിൽ നമ്മളിപ്പോൾ എല്ലാവരോടും ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരസ്പരം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പേരൊന്ന് ഓരോരുത്തർ പറയാമോ? എൻ്റെ പേര് സ്നേഹ മറിയം ജോൺ. ഞാൻ ബ്രില്യൻ്റ് ലോങ് ടേം റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ പേര് ഹിമായ ജവഹറ. ഞാൻ ബ്രില്യൻറ്റിലെ റിപ്പീറ്റഡ് ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഓൺലൈൻ റിപ്പീറ്റഡ് ബാച്ചായിരുന്നു. എൻ്റെ പേര് റിയ. ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു, 21 ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ പേര് ഹംദ. ഞാൻ റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു, 21. ഞാൻ ഗായത്രി കെബ്ലാഷ്. ഞാൻ ലോങ് ടേം ഹൈബ്രിഡ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. I'm Akshita. I was a part of the long-term residential branch from Brilliant. ഓക്കെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന മജോറിറ്റി ആൾക്കാരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്ന് വന്നവരാണ്. അപ്പം റെസിഡൻഷ്യൽ ബാച്ച് നമുക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞ് ബ്രില്യനിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ജസ്റ്റ് സ്കൂൾ ലൈഫ് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു എൻട്രൻസ് കോച്ചിങ്, സ്കൂൾ പഠനത്തോടൊപ്പം എൻട്രൻസ് കോച്ചിങ്ങാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, സ്കൂൾ വിട്ട് പെട്ടെന്ന് ബ്രില്യൻറ്റിലെ ഒരു ലൈഫിലേക്ക് ആ ഒരു പ്രത്യേകിച്ച് നമുക്ക് നിങ്ങൾ തന്നെ കുട്ടികൾ തന്നെ പറഞ്ഞ ഒരു ടൈറ്റ് ഷെഡ്യൂളാണെന്ന് പറയാറുണ്ട്. ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒന്ന് പറയാമോ? ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ ബ്രദറാണ് എന്നോട് റെസിഡൻഷ്യൽ ബാച്ചിനെ കുറിച്ച് പറഞ്ഞതും ഈ എൻട്രൻസ് എഴുതണം, ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസ് എഴുതണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി എങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതെന്ന്. പിന്നെ ഞാൻ ചാവറ സ്കൂളിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് ഹോസ്റ്റലിലൊക്കെ ചെന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ഒരു കണ്ടീഷനൊക്കെ ആയിരുന്നു. പേരൻസ് കൂടിയില്ല, പരിചയമുള്ളവർ ആരും കൂടിയില്ല, അങ്ങനെ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഹോം സിക്നെസ് ഒക്കെ ആയിട്ട് കുറേ നാൾ ഇപ്പോൾ കരഞ്ഞ് ഇതൊക്കെ ആയിട്ട് ഹോസ്റ്റലിലിരുന്നു. പിന്നെ +1 തുടങ്ങിയൊരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും ആ ട്രാക്കിലേക്കൊക്കെ വന്നത്. എങ്ങനെയൊക്കെ പഠിക്കണം, NCERT എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ക്വസ്റ്റ്യൻസൊക്കെ കണ്ട് കുറച്ചും കൂടെ തിയറീനേക്കാളും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് +1 പകുതി എത്തിയപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞ് +2 ആയപ്പോഴത്തേനും കോവിഡൊക്കെ ആയി, ഓൺലൈൻ മോഡിലേക്ക് ആയപ്പോഴും അപ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി, കുറച്ചും കൂടെ ടൈം കിട്ടി. ടൈം നല്ലോണം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് +2 ആയപ്പോഴാണ്. പിന്നെ ബാക്കി എക്സാംസൊക്കെ മാറി നീറ്റ് എക്സാം തന്നെ വന്നപ്പോൾ, അതായത് എല്ലാ നീറ്റ് എക്സാമിൻ്റെ പാറ്റേൺ മാറിയപ്പോൾ ആ നെക്സ്റ്റ് ഡേ മുതലുള്ള എക്സാം തന്നെ നമുക്ക് ആ ഒരു പുതിയ പാറ്റേണിൽ തന്നെ തുടങ്ങി എക്സാംസ് അങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ശരിക്കും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടൈം മാനേജ്മെൻറ്റ് പഠിക്കാനാണെങ്കിലും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ, ക്ലാസ് ടീച്ചറൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു, എല്ലാ ദിവസവും വിളിച്ച് ക്ലാസ്സും എക്സാമും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ കറക്റ്റായിട്ട് വാല്യുവേഷനൊക്കെ പറയുമായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് എല്ലാം കേൾക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരിക്കൽ പ്രാക്ടീസ് സെഷന് വേണ്ടി സ്കൂളിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനൊരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അതിന് തന്ന ഒത്തിരി ഇൻഫർമേഷൻ എനിക്ക് ശരിക്കും നീറ്റിന് ആ സെയിം ക്വസ്റ്റ്യൻ, സാറ് പറഞ്ഞു തന്ന കോൺസെപ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ എനിക്ക് നീറ്റിന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റ് കാണിച്ചൊരു കെയറും ബ്രില്യൻറ്റിൽ നിന്ന് തന്നൊരു കൺസേണും എല്ലാം ഒത്തിരി നന്ദി പറയാം. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിച്ചോളൂ, നിങ്ങളെല്ലാം +2 പഠനത്തോടൊപ്പം തന്നെ പഠിച്ച് MBBS എന്ന ലക്ഷ്യം നിങ്ങൾ നേടുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ക്ലാസ് ടീച്ചർമാർ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രില്യൻറ്റ് നമ്മുടെ എക്സാം സിസ്റ്റം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾ തന്നെ മോള് തന്നെ പറഞ്ഞു ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, പേരൻസിൻ്റെ സപ്പോർട്ട് ആരെയും കാണാൻ പറ്റുന്നില്ല, ഒത്തിരി ബുദ്ധിമുട്ടി, ഹോസ്റ്റലിലേക്ക് ഒത്തിരി വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർമാർ തന്ന ഒരു സപ്പോർട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഈ ഫീൽഡിൽ, നിങ്ങളുടെ ലൈഫിൽ, ഈ +2 ലൈഫിൽ എങ്ങനെ ഉപകാരപ്പെട്ടു എന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയാം. തേവരയിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ലിറ്റി മാം ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സെൻറ്റർ കോർഡിനേറ്റർ അനിൽ സർ, ഇവരൊക്കെ എപ്പോഴും വിളിക്കുന്നു, എന്താ നമ്മുടെ പ്രോഗ്രസ് എന്താ ഒക്കെ ചോദിക്കായിരുന്നു. ഓൺലൈൻ ആയപ്പോഴും ക്ലാസ്സിൽ വരുന്നില്ല എന്നൊരു ഫീല് തരുന്നിട്ട് ഇവർ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന്, എപ്പോഴും കൂടെ ഉണ്ടെന്നൊരു ഫീലായിരുന്നു കിട്ടുക. അതിനൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മൾ 2021 ബാച്ചാണ് നിങ്ങളെല്ലാവരും. അപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനിലായിരുന്നു, കാരണം കോവിഡിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓൺലൈനിൽ ഒത്തിരിയേറെ ക്ലാസ്സുകൾ പോയത്, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാൾ ഉപരി ഒത്തിരി ക്ലാസ്സുകളും ഓൺലൈനിലായിരുന്നു.
അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ സാധിച്ചു? ഓൺലൈനിലെ ക്ലാസ്സുകൾ കൂടുതൽ സമയം സ്ക്രീൻ ടൈം വരുന്നു. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ സാധിച്ചു? ഞാൻ ഓൺലൈൻ ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് ഓൺലൈനിൽ ബ്രില്യൻറ്റ് തന്ന സപ്പോർട്ട് എത്രയെന്ന് നന്നായിട്ട് അറിയാമെന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ്സസ് ഒക്കെ അത്രക്കും അടിപൊളിയായിരുന്നു. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം, ക്ലാസ്സസ് ബ്രില്യൻറ്റിൻ്റെ അടിപൊളിയാണ്. പക്ഷെ അതല്ലാതെ കിട്ടിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ അത് വളരെ വലുതാണ്. കാരണം എൻ്റെ ഫാമിലീൻ്റെ റിലേറ്റീവ്സൊക്കെ പറയുമായിരുന്നു, ഓൺലൈൻ ബാച്ചായിട്ട് എങ്ങനെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അതെങ്ങനെ അതിന് ഒരു അത് കഴിയുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ റിലേറ്റീവ്സ് പറയുമായിരുന്നു. പക്ഷേ ശരിക്കും ഓൺലൈൻ ബാച്ച് ആയിട്ടും അത്രക്കും സപ്പോർട്ട് എനിക്ക് ബ്രില്യൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ റോസ്മേരി മിസ്, പിന്നെ ജോർജ് സാറ് സ്പീച്ച്, ഇതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെ മോട്ടിവേറ്റിംഗ് മാത്രമല്ല, ഇവർ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാംസ് നടത്തി തന്നു. ഓൺലൈൻ എല്ലാ എക്സാം ഓൺലൈനായിട്ട് എഴുതിയിട്ട് ഇവർ എക്സാമിൻ്റെ ലാസ്റ്റ് വീക്ക് ആയപ്പോൾ ഓഫ്ലൈനായിട്ട് നാട്ടിൽ സെൻറ്ററുകൾ വെച്ചു, ഓഫ്ലൈനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അയച്ചു തന്നു. അങ്ങനെ ഭയങ്കര റിസ്ക് എടുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി അത്രക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മിസ് ഓരോ എക്സാം, വീക്കിലി എക്സാം, ഓരോ ദിവസത്തെ എക്സാം കഴിഞ്ഞാലും മിസ് ചിലപ്പോൾ ഞാൻ റിസൾട്ട് കാണാൻ മുമ്പ് മാം ഇങ്ങോട്ട് വിളിക്കും, ഇപ്രാവശ്യത്തെ പ്രോഗ്രസ് എങ്ങനെയാ, അങ്ങനെ പറയാനും സംസാരിക്കാനുമായിട്ട്. പിന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു റിപ്പീറ്റ് ഇയർ എന്ന് വെച്ചാൽ. പക്ഷേ അതിനൊക്കെ സ്ട്രെസ് ഒന്നും അല്ലാതാക്കിയിട്ടുണ്ട് മിസ്. അത്രയ്ക്ക് എപ്പോഴും വിളിക്കുമായിരുന്നു. നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു. ബ്രില്യൻറ്റിൻ്റെ ബോൾ സൈഡിൽ നിന്ന് സപ്പോർട്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി അറ്റാച്ച്മെൻ്റ് ഉള്ള മിസ്സിനെ കുറിച്ച് മിസ്സാണ്. അതുകൊണ്ട് ഞാൻ മിസ്സിനെ ഇങ്ങനെ എടുത്തു വാങ്ങി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.